കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എംഎൽഎയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിനൊടുവിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് GCDA. കരാറിൽ നിബന്ധനകൾ പാലിച്ചില്ല, കോർപ്പറേഷനിൽ നിന്ന് അനുമതി വാങ്ങുന്നതിലും വീഴ്ച, ഇതുകൂടാതെ PPR ലൈസൻസും വാങ്ങിയില്ല തുടങ്ങി ഉയരുന്ന വീഴ്ചകളും ആരോപണങ്ങളും നിരവധിയാണ്. ആവശ്യമായ പരിശോധനകൾ നടത്താത്തതിന് സൈറ്റ് എഞ്ചിനീയറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉമാ തോമസിന് അപകടം സംഭവിച്ച മൃദംഗ വിഷൻ പരിപാടിക്കും പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ ഫ്ലവർ ഷോയ്ക്കും PPR അനുമതി ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. കൊച്ചി കോർപ്പറേഷൻ PPR ലൈസൻസ് ഇല്ലാതെ പരിപാടികൾക്ക് അനുമതി കൊടുക്കുന്നത് ഈ അവസരത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അപകടം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് GCDA സ്വന്തം വീഴ്ച സമ്മതിക്കുന്നത്. കരാറിലെ നിബന്ധനകൾ പാലിച്ചോ എന്ന് പരിശോധിച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് കണ്ടെത്തൽ. താൽക്കാലികമായി സൈറ്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്ത് കൈയൊഴുകുകയാണ് GCDA. GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. അപകടത്തിന്റെ ആദ്യ ദിനങ്ങളിൽ മൃദംഗ വിഷനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയ നിലപാടിലാണ് GCDA മാറ്റം വരുത്തിയത്. കോർപ്പറേഷനിൽ നടക്കം പരിപാടിക്ക് അനുമതി വാങ്ങുന്നതിൽ സംഘാടകർ വീഴ്ച വരുത്തിയെന്നും GCDA കണ്ടെത്തി. അതേസമയം സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ അഴിമതിയുണ്ടെന്ന യൂത്ത് കോൺഗ്രസ് ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട GCDA എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്ന ഹാളിലേക്ക് പ്രവർത്തകർ ഇടിച്ചുകയറി. പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്താകട്ടെ നിയമലംഘനങ്ങളാണ് ഏറെയും നടക്കുന്നത്. ടിക്കറ്റ് നിരക്ക് ഈടാക്കിയുള്ള പൊതു പ്രദർശന പരിപാടികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന PPR ലൈസൻസ് നിർബന്ധമാണ്. എന്നാൽ കൊച്ചിയിൽ നടക്കുന്ന പ്രദർശന പരിപാടികളിൽ പലതിനും ഈ PPR ലൈസൻസ് ഇല്ല എന്നതാണ് വസ്തുത. PPR ലൈസൻസ് അഥവാ പ്ലേസ് ഓഫ് പബ്ലിക് റിസോർട്ട് റൂൾ, ഫയർ ആൻഡ് സേഫ്റ്റി, സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ഉൾപ്പെടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ PPR ലൈസൻസ് ലഭിക്കൂ. ചുരുക്കം പറഞ്ഞാൽ PPR ലൈസൻസ് നേടിയാൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഇല്ലാതാക്കാനാകും. പെട്ടെന്ന് തലേ ദിവസം കൊണ്ടുവന്നൊരു PPR ലൈസൻസിന് അനുവദിക്കുകയും അവസാനം ഞങ്ങൾ ഇത്ര ടിക്കറ്റ് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്ര 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അടച്ച് നികുതി അടച്ച് വിനോദ നികുതി അടച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സുരക്ഷാ വീഴ്ചയാണ് ഇല്ലാതിരിക്കുന്നത്. ഇതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ആളുകൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ PPR ലൈസൻസ് എടുക്കാതെ വിനോദ നികുതി മാത്രം എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിലുണ്ടായ 2 അപകടങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗ വിഷൻ സംഘടിപ്പിച്ച നൃത്ത പരിപാടി, മറൈൻ ഡ്രൈവിൽ GCDയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പുഷ്പമേള. 2 പരിപാടിക്കും PPR ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അശ്രദ്ധ മാത്രമല്ല അപകടങ്ങൾക്ക് കാരണമെന്ന് തെളിയിക്കുന്നതുകൂടിയാണ് PPRലെ കള്ളക്കളികൾ. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.